Assalamualaikum. Welcome back to my YouTube channel Aafi Flavour. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇനി നമ്മൾ വെറൈറ്റി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ദോശയുടെ ഇഡലിയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ചമ്മന്തിയാണ് ഇത്. നമ്മൾ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെക്കാം. ചട്ടി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു രണ്ട് മീഡിയം സൈസ് സവാള ഇങ്ങനെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല കുഞ്ഞായിട്ട് അരിയണ്ട, ഇതുപോലെ അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുള്ളത് 1.5 കപ്പ് തേങ്ങയാണ്. ചമ്മന്തി എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് തേങ്ങ എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതിലേക്ക് 7-8 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും എരി വേണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവേ. പിന്നെ ചെറിയ 3 കഷ്ണം ഇഞ്ചി അതിട്ട് കൊടുക്കാം. പിന്നെ കുറേ നിന്നുള്ള ഇത്തിരി പുളി അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് സ്കിപ്പ് ചെയ്യുന്നവർക്ക് ചെയ്യാം, പക്ഷേ സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഇത്തിരി കൂടെ ടേസ്റ്റ്. ഇത് ഇടുമ്പോഴാണ് ഇത്തിരി കൂടെ നല്ല ടേസ്റ്റ് കൂടുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വഴറ്റാവേ, ഒരുപാട് വഴറ്റണ്ട, ചെറിയൊരു രീതിയിൽ വഴറ്റിയാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം സെപ്പറേറ്റ് ആയിട്ടിട്ട് വഴറ്റാം. ആദ്യം ഉള്ളി പിന്നെ തേങ്ങ അങ്ങനെയൊക്കെ ചെയ്യാവേ. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, അല്ലാതെ ഒന്നിച്ചിട്ട് വഴറ്റിയാലും കുഴപ്പമില്ല, എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ വെള്ളം ഒന്ന് ചൂടാകുന്ന നേരം വെയിറ്റ് ചെയ്യാവേ. ആ തേങ്ങനൊക്കെ കളർ ചെറുതായിട്ട് മാറേണ്ട, അതുവരെ മാത്രം വഴറ്റിയാൽ മതി. അപ്പോൾ ആ വെള്ളമൊക്കെ ചൂടായി പിന്നെ ഇതെല്ലാം നല്ല വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി എടുക്കാം. ഏത് മിക്സിയിലാണോ നമ്മൾ ചമ്മന്തിക്ക് അരയ്ക്കുന്ന ആ മിക്സി എടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മളിപ്പോൾ ഇതിലെല്ലാം ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പേസ്റ്റ് ആക്കാം. ഇതാ ഇവിടെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് കണ്ടപ്പോൾ തന്നെ നമുക്ക് ദോശയുടെ കൂടെ ഒക്കെ തിന്നാൻ തോന്നും. പക്ഷേ ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടില്ല, ആരും വീഡിയോ ഇട്ടിട്ട് പോകല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ കടുകൊക്കെ വറുത്തൊഴിക്കാവേ. അപ്പം അതിനായിട്ട് പാൻ അടുപ്പിലേക്ക് വെക്കുക. പാൻ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. പിന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ 2 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്ത് ഇത് നല്ലൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇത് നമ്മളെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അപ്പം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ദോശ ഇഡലിയുടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. കൂടെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അടുത്ത വീഡിയോ നമുക്ക് ഇനിയും കാണാം. എല്ലാം സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.